ഉമ്മ എനിക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി. ഉമ്മ എൻ്റെ കാര്യമേ വാപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് റെഡിയാക്കി. ഉമ്മ എനിക്കും പോകണം ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കാൻ. അല്ല, രണ്ടുപേരും കൂടി പഠിക്കണമെങ്കിലേ പൈസ ഒരുപാടാവില്ലേ? ഇവിടുത്തെ ആകെ സമ്പാദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ വാപ്പ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന പൈസ മാത്രം തന്നെ ഉള്ളൂ. കുടുംബം കഴിയാനും നിങ്ങളുടെ പഠിത്തത്തിനും ഒക്കെ. എന്തായാലും അവൻ ആൺകുട്ടിയല്ലേ, അവൻ പഠിക്കട്ടെ. ഉമ്മ അപ്പൊ ഞാനോ? എനിക്കും പഠിച്ച് ജോലിയൊക്കെ വാങ്ങണം. നീ പഠിച്ചിട്ട് ഇപ്പൊ ജോലിയൊക്കെ വാങ്ങിയിട്ട് ആർക്കാണ് ഇപ്പൊ ഉപകാരം? നിന്നെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നീ നിന്റെ കെട്ടിയവന്റെ വീട്ടിലേക്ക് പോകണു. പിന്നെ നിന്റെ സമ്പാദ്യം മുഴുവൻ അവർക്കുള്ളതല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? രണ്ടുപേരെയും കൂടി ഇപ്പൊ തൽക്കാലം പഠിപ്പിക്കാന്ന് പറഞ്ഞാലേ അതിനുള്ള പൈസ ഇല്ല. നിന്നെ പഠിപ്പിക്കുന്ന പൈസ ഉണ്ടെങ്കിലേ അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാലേ അവനെങ്കിലും ഞങ്ങളുടെ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. നീ പോയിട്ട് അരി കഴുകി ചോറ് വെക്കാൻ നോക്ക്. ഇപ്പൊ +2 വരെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ മതി പഠിച്ച് കഴിച്ചത്. ഇനി മുതലേ വീട്ടുപണി പഠിച്ചാൽ മതി. ഇപ്പൊ എഴുതാനും വായിക്കാനൊക്കെ നിനക്ക് നന്നായിട്ട് അറിയുമല്ലോ, അതൊക്കെ തന്നെ ധാരാളം. പോയിട്ട് അരി കഴുകി ചോറ് വെക്കും. സൈന ചായ താ. ആ വാപ്പാ, ഉമ്മ പറയണ നോക്കു വാപ്പാ, എന്നെ കൊണ്ട് ഇനി പഠിക്കാൻ പോകണ്ടെന്ന്. ഞാൻ എത്ര ആഗ്രഹിച്ചതാണെന്നറിയോ നഴ്സിംഗ് ജോലി. വിദേശത്തൊക്കെ നല്ല സ്കോപ്പാണ്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് സയൻസ് തന്നെ എടുത്ത് പഠിച്ചത്. അതിനെന്താണ്, നീ പഠിച്ചോ? എത്ര രൂപയാവും? അത് ഹോസ്റ്റൽ ഫീസൊക്കെ ആയിട്ട് 9 ലക്ഷം രൂപ വരും. എന്റെ കൂട്ടുകാരൊക്കെ അവിടെയാണ് പഠിക്കുന്നത്, ബാംഗ്ലൂര്. 9 ലക്ഷമാ? അത്രയൊക്കെ ഉണ്ടാ? ആകും. അതാണേ, ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തൂടെ? ഇതാ ചായ. അവനും പറയണു അവനക്ക് എഞ്ചിനീയറിംഗിന് പോണെന്ന്. അതിനും ആകില്ലേ ഒരുപാട് പൈസ? നമുക്ക് എന്തായാലും അവനെ പഠിപ്പിക്കണ്ടേ? അവൻ ആൺകുട്ടിയല്ലേ. നമ്മുടെ വയസ്സാം കാലത്തെ നമ്മളെ നോക്കാൻ അവനെ ഉണ്ടാകുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ലൊരു ചെക്കനെ നോക്കി നമുക്ക് ഇവിടെ കല്യാണം കഴിച്ചു വിടാം. ഇവളിനിപ്പോ കല്യാണം കഴിച്ചു വിടാനും വേണ്ടേ ഒരുപാട് പൈസ? അതിനും ചെലവല്ലേ. അപ്പൊ പിന്നെ പഠിപ്പിക്കാനും നിന്നാലോ? പഠിപ്പിക്കാനും വേണം, കല്യാണം കഴിച്ചു വിടാനും വേണം. എന്താ അത്? അവളിനിപ്പോ കല്യാണം കഴിച്ചു വിടാ, അതാ നല്ലത്. സൈന, മാനിക്ക് ജോലിയായി, അവന്റെ കല്യാണമൊക്കെ ആയില്ലേ? അതെ, അവനിക്ക് പിന്നെ നല്ല ജോലി ഉള്ളത് കൊണ്ടേ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവൻ എഞ്ചിനീയർ ആണല്ലോ. അടുത്ത ആഴ്ച കല്യാണം ആയില്ലേ? അതെ, മകളിനെ കെട്ടിക്കൊടുത്തില്ലേ? അവിടുത്തെ വിശേഷം എന്തൊക്കെയാണ്? അവളൊക്കെ സുഖമായിരിക്കണു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവളിപ്പോ നഴ്സിംഗിന് പഠിക്കാൻ പോവുകയാണ്. മരുമകൻ പഠിപ്പിക്കുകയാണ്. അവൾക്ക് പിന്നെ നല്ല ആഗ്രഹമായിരുന്നല്ലോ നഴ്സിംഗിന് പോണെന്ന്. നമ്മളെ കൊണ്ടാകണ്ട സഫിയ, രണ്ടുപേരിനെയും കൂടി പഠിപ്പിക്കാൻ. ഇവനെ പഠിപ്പിച്ച ഒരു എഞ്ചിനീയർ ആക്കി അവളെ കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടു. അവൾക്കിപ്പോ ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉപകാരം? അവർക്കല്ലേ ഉപകാരം. അതുകൊണ്ട് അവര് പഠിപ്പിക്കട്ടേന്ന്. കല്യാണത്തിനൊക്കെ നേരത്തെ വാട്ട സഫിയ. ദൂരെയുള്ളതിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ മാത്രം തന്നെ വിളിക്കാനുള്ളൂ. അതിപ്പോ വൈകിട്ട് ഇറങ്ങും. അപ്പൊ കല്യാണത്തിനൊക്കെ നേരത്തെ വാട്ടാ. ശരി. ശരി ഇക്ക, നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറിയാലോ? ഇവിടെ ഒരു സൗകര്യവും ഇല്ല. എന്റെ ഉപ്പയെ ഒരു ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറിയാലോ? ഞാനും അതാണ് ആലോചിക്കുന്നത്. എന്റെ കാറ് നിർത്തിയിടാനും കൂടി ഇവിടെ സൗകര്യം ഇല്ലാന്ന്. വാപ്പാന്റെ ഓട്ടോ നിർത്തുന്ന കാരണം കാർ കയറ്റിയിടാൻ പറ്റണില്ല. പക്ഷെ ഇത് അവരുടെ അടുത്ത് എങ്ങനെയാ പറയാ നമ്മളെ വീട് മാറാൻ പോണ കാര്യം? അവര് വിഷമിക്കില്ലേ? എന്തിനു വിഷമിക്കണ്? നിങ്ങൾക്കൊരു ജോലിയില്ലേ? നിങ്ങൾ അവന്റെ ചെലവിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് പോയി പറയും നമ്മൾ ഇവിടുന്ന് മാറാൻ പോവുകയാണെന്ന്. പറയാലേ? പോയി പറയേ. നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ടേ? ഞാൻ ഇവിടുന്ന് വീട് മാറാൻ പോവുകയാണ്. ഇവിടെ സൗകര്യം തീരെ പോരാന്നാണ് അവള് പറയുന്നത്. അപ്പൊ അവളുടെ ഉപ്പാന്റെ അടുത്ത് പറഞ്ഞപ്പോഴേ അവളുടെ ഉപ്പ ഒരു ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വീട് മാറാൻ പോവുകയാണ്. പോരാത്തതിന് എന്റെ കാർ ഇവിടെ നിർത്താൻ പറ്റില്ല, ഉപ്പാന്റെ ഓട്ടോ ഇവിടെ നിർത്തുന്ന കാരണം. അപ്പൊ അതൊക്കെ കൊണ്ട് എന്തായാലും ഞങ്ങൾ വീട് മാറാൻ തീരുമാനിച്ചു. എന്ത്? നീ വേറെ പോകുകയെ? ഇതിനാണ് നിന്നെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കിയത്. ഞങ്ങളുടെ വയസ്സാം കാലത്ത് നീ ഞങ്ങൾക്കൊരു തുണയാകും വിചാരിച്ച്. എന്നിട്ടിപ്പോ നീ എന്താ പറയണത്? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര തന്നെ ആയടാ? അപ്പോഴേക്ക് നിനക്ക് ഇവിടുന്ന് മതിയായി ഞങ്ങളെ നിനക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടത്, പഠിപ്പിച്ചത്. അവളെയും കൂടി ഞാൻ പഠിപ്പിച്ചിട്ടില്ല. നിന്റെ പിന്നാലെയല്ലേ ഞാൻ നടന്നത്, നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട്. എന്നിട്ടിപ്പോ നീ ഇങ്ങനെയാണ് പറയണത്? ഞാൻ ഇത്രയും കാലം നിനക്ക് ചെലവൊക്കെ തന്നിട്ടില്ലേ? ഇനിയിപ്പോ എന്റെ സൗകര്യങ്ങൾ എനിക്ക് നോക്കണ്ടേ? ഓഹോ, ചെലവിന് തന്ന കാര്യം കൂടി നീ ഇപ്പൊ വിളിച്ച് പറയാൻ തുടങ്ങിയില്ലേ? സന്തോഷമായിടാ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കി. എനിക്കിവിടെ സൗകര്യം തീരെ പോരാ, അതുകൊണ്ടാണ് ഞാൻ മാറുന്നത്. ഇനി നിങ്ങളെ ഉപ്പാന്റെ മുമ്പിൽ വെച്ച് സീനൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ എന്തായാലും തീരുമാനിച്ചു ഈ വീട്ടിൽ നിന്ന് പോകാന്.
മാത്രം തന്നെ ഉള്ളൂ നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും മാനായിട്ട്? നിങ്ങൾക്കൊരു പെങ്ങളും കൂടിയില്ലേ? അവളുടെ ഉത്തരവാദിത്വമല്ലേ ഉമ്മാനും വാപ്പാനും നോക്കുക എന്നുള്ളത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഉമ്മ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ജപ്തി നോട്ടീസും വന്നു. വണ്ടിക്കാണെങ്കിൽ ഓട്ടവും ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും സൈന? നമ്മൾ എവിടെ പോവും? അവന്റെ പഠിത്തത്തിന് വേണ്ടി എടുത്തതല്ലേ ലോണ്. അവൻ ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞില്ലേ. ആദ്യമൊക്കെ പോയ പുതുക്കത്തിലൊക്കെ 5-6 മാസമൊക്കെ 10,000 വെച്ച് തന്നു. ഇപ്പൊ 10,000 ഇല്ല, വിളിച്ചാ ഫോണും എടുക്കണില്ല. എന്താ ഒരു കഷ്ടത്തിന് പറയട്ടെ. ഞാൻ എന്നാ അവനെ പോയി കണ്ടാലോ? ജപ്തി ഒഴിവാക്കാനുള്ള പൈസയെങ്കിലും ചോദിക്കാലോ? എന്നാ പിന്നെ ഞാനും വരട്ടെ. ഞാനും കുറെ ആയി അവനെ ഒന്ന് കണ്ടിട്ട്. വേണ്ട, ഇപ്പൊ ഞാൻ മാത്രം പോവാ. അവിടുത്തെ ഹാൽ എന്താണെന്ന് അറിയില്ലാലോ. ഞാൻ ആദ്യം പോയി നോക്കട്ടെ, എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോ നിന്നെ കൊണ്ടുപോവാ. ശരി എന്നാ. വാപ്പാ വരി. നിന്റെ ഭാര്യയില്ലേ ഇവിടെ? അവളതാ അടുക്കളയിൽ എന്തോ പണി തിരക്കാണ് തോന്നുന്നു. എന്താ നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ. നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടണമില്ല എന്ന് പറഞ്ഞു ഉമ്മ. അപ്പൊ ഞാനിങ്ങോട്ട് വന്നതാണ് ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട്. അവളും കൂടെ വരാൻ നിന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു അവളെടുത്ത് അവളെ പിന്നെ ഒരു ദിവസം കൊണ്ടുപോവാ, ഞാൻ മാത്രം പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് വന്നതാണ്. എന്താ നിന്റെ ഹാല്? അത് ഞാന് പഴയ ഫോൺ മാറ്റിയിട്ടേ പുതിയ ഫോൺ വാങ്ങി. അപ്പൊ പഴയ നമ്പറൊക്കെ പോയി, അതാണ്. അപ്പൊ ഫോണൊന്നും മാറ്റിയാൽ തീരുന്ന ബന്ധമാണോ നീയും ഞങ്ങളും തമ്മില്? ഞാനിപ്പോ വന്നതേ അവിടുത്തെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. നീ ആണെങ്കിൽ ഇപ്പൊ ചെലവിനും പൈസ അയക്കുന്നില്ല. എനിക്കറിയാലോ, ഉമ്മാക്കും എനിക്കും മരുന്നിന് തന്നെ വേണം മാസം 5,000 ഉറുപ്പ്യ. ഇപ്പൊ മുമ്പത്തെ പോലെ ഓട്ടോ ഓടിക്കാനൊന്നും പോകാനൊന്നും വയ്യ. എന്നാലും നിന്റെ ഉമ്മാന്റെയും എന്റെയും ചെലവൊക്കെ കഴിയണ്ടേ? അതിനുവേണ്ടി എന്തെങ്കിലും ഓടും, അത്ര തന്നെ. ഇതാ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ എൻ്റെ മരുന്നും കൂടി വാങ്ങാൻ പൈസ ഇല്ലാണ്ടിരിക്കുകയാണ്. അവളുടെ മരുന്നൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും, അത് മുടക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വീട് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. എന്നെ കൊണ്ട് എല്ലാം കൂടി ആകില്ല. നീ എന്തെങ്കിലും തന്നേ പറ്റൂ, വേറെ വഴിയില്ല. എന്റെ അടുത്ത് ഇപ്പൊ പൈസയൊന്നുമില്ല. ഞാൻ തന്നെ ഇപ്പൊ കഷ്ടിച്ച് ജീവിച്ചു പോവുകയാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് മാനെ? നോക്കി, പാസ്പോർട്ട് എടുത്തു വെച്ചാ നിങ്ങളുടെ എന്റെയും മറക്കണ്ടാട്ടോളി. വാപ്പ വന്നിട്ടുണ്ടാ? എന്നാ പിന്നെ പറയണ്ടേ വാപ്പ വന്നിട്ടുള്ള കാര്യം? വാപ്പാക്ക് ചായ വെക്കട്ടെ? എവിടെ പോവാണ് നിങ്ങൾ രണ്ടുപേരും? അത് ഞാനൊക്കെ ടൂർ പോണ കാര്യം പറഞ്ഞതാണ്, മലേഷ്യക്ക്. നിന്റെ അടുത്തല്ലേ പൈസ ഇല്ല എന്ന് പറഞ്ഞത്? ഇപ്പൊ മലേഷ്യക്ക് പോകാനൊക്കെ പൈസ ഉണ്ട് അല്ലേ? അത് മതിയടാ. നിന്നെ പഠിപ്പിച്ച് ജോലിയാക്കാൻ വേണ്ടിട്ടാണ്ടാ ഞങ്ങൾ ആ വീട് ലോൺ എടുത്തത്. ഇപ്പൊ അത് ജപ്തിയായി. എല്ലാം ഞങ്ങളുടെ വിധി. എല്ലാടും എന്ത് പറയാൻ? എനിക്കിത്തിരി മുണ്ടാണ്ട് നിന്നൂടെ? അപ്പോഴേക്കും വന്നിട്ട് പാസ്പോർട്ട് തേങ്ങ പറഞ്ഞിട്ട്. അതിന് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവരെടുത്ത ലോണല്ലേ, അവര് വേണമെങ്കിൽ കെട്ടട്ടെ. നിങ്ങൾ റെഡിയാകാൻ നോക്കി വേഗം. എന്തായി, അവന് കണ്ടാ? കണ്ടു. പൈസ തന്നാ? പൈസ അവനെ മലേഷ്യക്ക് പോകാനുള്ള തിരക്കിലാണ്. അവന്റെ കയ്യിലൊന്നും പൈസ ഇല്ലാത്ര. അങ്ങനെ പറഞ്ഞവൻ ദുഷ്ടൻ. ഉമ്മ, നീയാ? വാ ഇരിക്കി. എന്താ ഇത്, രണ്ടുപേരും നല്ല ചർച്ചയിലാണല്ലോ. ഇരിക്കും മോളെ. കാര്യമായിട്ട് എന്തോ രണ്ടുപേരും നല്ല സംസാരത്തിലാണല്ലോ. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പരാതികൾ പറയുക, വേറെ എന്താണ്? മരുമാൻ വന്നില്ലേ? ഇല്ല മരുമാൻ വന്നില്ല. മരുമാനിക്ക് അവിടെ കുറച്ച് തിരക്കുണ്ടേ. അപ്പൊ ഞാനൊന്ന് ഇങ്ങോട്ട് വേഗം വന്നതാണ്. എനിക്ക് പിന്നെ നിങ്ങളെ കാണണമെങ്കിൽ ഞാൻ തന്നെ ഇങ്ങോട്ട് വരണ്ടേ, അല്ലാതെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരില്ലല്ലോ. എനിക്ക് ജോലി കിട്ടിയമ്മ, അതും കൂടി പറയാൻ വേണ്ടിട്ട് വന്നതാണ്. ജർമ്മനിയിൽ നേഴ്സ്. ജോലിയൊക്കെ ആയാ? സന്തോഷം. എന്തായാലും നിന്റെ ആഗ്രഹം പോലെ തന്നെ ആയില്ലേ? എന്നാ മോളെ പോണത്? ഞാൻ അടുത്ത ആഴ്ച പോകും പാപ്പ. അപ്പൊ നിങ്ങളെ യാത്രയാക്കാൻ വരണം അങ്ങോട്ട് രണ്ടുപേരും. ഇപ്പോഴോ മാന മാത്രമല്ല നീ പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്തത്. അവൾക്ക് നല്ലൊരു ഭർത്താവിന് കിട്ടിയതുകൊണ്ടേ അവളുടെ ജീവിതം രക്ഷപ്പെട്ടു. എന്താ രണ്ടുപേരുടെയും മുഖത്തൊരു സങ്കടം? ഇക്കാക്ക വരാറില്ലേ? ഇക്കാക്ക
ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവന്റെ വീട്ടിക്ക്. അവൻ ഇവിടുന്ന് പോയ സമയത്തൊക്കെ കുറച്ചൊക്കെ പൈസ ചെലവിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവളുടെ കൂട്ടം കേട്ടിട്ടല്ലേ ഞാൻ ഈ വീട് ലോൺ എടുത്തിട്ട് അവനെ പഠിപ്പിച്ചത്. ഇവൾക്ക് അവന്റെ മേലെ മാത്രമല്ലേ സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. മകളിനെ പഠിപ്പിക്കാൻ വേണ്ടി മകനെ മാത്രം പഠിപ്പിച്ച് വലുതാക്കിയതല്ലേ. അനുഭവിക്കട്ടെ അവള്. ഈ വീട് ലോണിന്റെ കാര്യം പറയാൻ വേണ്ടി അവന്റെ വീട്ടിൽ പോയപ്പോഴേ അവര് മലേഷ്യക്ക് പോകാനും ഒരുങ്ങുകയായിരുന്നു. അവന്റെ അടുത്ത് പൈസ ഇല്ലാത്രേ. ടൂർ പോകാനൊക്കെ അവരുടെ അടുത്ത് പൈസ ഉണ്ട്. എല്ലാം പറഞ്ഞാൽ മതിയല്ലോ. ഇവളുടെ കൂട്ടം കേട്ടിട്ട് ഞാൻ താളത്തിന് തുള്ളി. ഇനി ആകെ ഒരാഴ്ച സമയം തന്നെ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ ലോൺ അടയ്ക്കണം. വാപ്പ പേടിക്കണ്ട. തൽക്കാലം ജപ്തി ഒഴിവാക്കാനുള്ള പൈസയെ ഞാൻ മരുമാനെ കൊണ്ട് പറഞ്ഞിട്ട് വാങ്ങിച്ചു തരാം. എന്തായാലും ജപ്തി ഒഴിവാക്കാം. പിന്നെ എനിക്കിപ്പോ നല്ല ജോലിയൊക്കെ ആയിട്ടുണ്ടല്ലോ, നല്ല ശമ്പളവും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അവനെ കടന്ന് പോകാൻ പറ. ഉമ്മ എന്നാ ഞാൻ ഇറങ്ങട്ടെ. പാപ്പ ശരി ടോണി, രണ്ടുപേരും അങ്ങോട്ട് വരും. അടുത്ത ആഴ്ച 5-ാം തീയതി ഞാൻ പോവാണ്. അപ്പൊ തലേ ദിവസം തന്നെ അങ്ങോട്ട് വരും. ശരി മോളെ. ശരി എന്നാ. അമ്മ വരിട്ടോളെ. ശരി മോളെ. കണ്ടാ ഇപ്പൊ ആരാണ് ഉപകാരത്തിനുണ്ടായത്? എവിടെ നിന്റെ പൊന്നാരും മകൻ? ഇപ്പൊ അവളെല്ലാം ഉപകാരത്തിനുണ്ടായുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് മക്കളിനെ ഒരിക്കലും വേർതിരിച്ച് കാണാൻ പാടില്ല. നമ്മുടെ വയസ്സാം കാലത്തെ ആരാണ് നമുക്ക് ഉപകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അബദ്ധം പറ്റി.